ഇന്ന് ഒരുപാട് അഭിമാനമുണ്ട് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി വാർത്തെടുക്കാൻ സാധിച്ചത്. നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ അറിയാത്ത കുറെ തിരിച്ചറിവുകൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റുകൾ സംഭവിച്ചു അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പഠിച്ച കാര്യങ്ങളിലൊക്കെ എവിടേക്കോ പാകപ്പിഴവുണ്ടായിരുന്നു. നമ്മൾ സഞ്ചരിച്ച വഴികളിൽ എവിടെയും തെറ്റുകൾ ഉണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ഒന്ന് മനസ്സിലായി, ഇനി ഈ കമ്മ്യൂണിറ്റിയിലൂടെ യാത്ര ചെയ്യാം. അപ്പൊ നമ്മുടെ ചെയർമാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, 100 പേർക്ക് വില്ല കിട്ടുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ ആ പ്രൊജക്റ്റിലൂടെ ആഡ് ചെയ്തു. അവിടെ 500ഓളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, റിസോർട്ട്, സീനിയർ സിറ്റിസിൽ ലഭിക്കുന്ന പേരുടെ പേരിൽ ഓൾഡ് ഏജ് ഹോംസ്, അതായത് അത് പുറത്തേക്ക് വിൽക്കാനുള്ളതാണ്, നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, അങ്ങനെ എല്ലാം കൊണ്ടും വെച്ചുകൊണ്ടുള്ള ഒരു റിവർ സൈഡിലാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകണം. പക്ഷേ ഇതിൽ 100 പേർക്ക് ഇത് ഫ്രീ ആണ്. വിൻ ചെയ്യാത്തവർക്ക് ഫ്ലാറ്റിൽ പൈസ കൊടുത്ത് മേടിക്കാം. ഏത് വേണം? ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഈ വില്ലയിൽ താമസിക്കണം, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് പണം കൊടുത്ത് മേടിക്കണം? പറഞ്ഞു ഇല്ല. കാരണം അവിടെയാണ് കമ്മ്യൂണിറ്റി. പിന്നെ ഇടയ്ക്ക് വരാനാണ്, ഇടയ്ക്ക് വരാം. ക്ലിയർ ആയോ? നൗറിനെ വിൻ ചെയ്തതിന് ഇടയ്ക്ക് വരാം, ഞങ്ങളെ കാണാം. പക്ഷേ ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കണമെങ്കിൽ 100-ൽ ഒരാളാവണം. റൈറ്റ്? 100-ൽ ഒരാൾ. ഇവിടെ 500 ഫ്ലാറ്റ് പുറത്തേക്ക് വിൽക്കാനുള്ളതാണ്, വേണം നിങ്ങൾക്ക് തരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കൾച്ചറില്ലാത്ത ആൾക്കാരെ കൂടെ ജീവിക്കണോ, കൾച്ചറിൽ ഇവിടെ ജീവിക്കണോ? പറഞ്ഞു. ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ്, ഇതെല്ലാം പാലിച്ചോളണം. കിച്ചണില്ല, ഇവിടെ കിച്ചണുണ്ട്. ഇവിടെ പറഞ്ഞതൊന്നുമില്ല, സാധാ ഫ്ലാറ്റാ. ഇപ്പൊ ഇവിടെ എറണാകുളത്തുള്ള അല്ല കോഴിക്കോടുള്ള അല്ല കണ്ണൂരുള്ള പോലത്തെ ഫ്ലാറ്റ് നിങ്ങൾ തന്നെ കുക്ക് ചെയ്യണം. ഇവിടെയോ നിങ്ങൾ കുക്ക് ചെയ്യണ്ട. ഇവിടെ പെൺകുട്ടികൾ നിങ്ങൾ തന്നെ കല്യാണം ചെയ്യണം. ഇവിടെ ആണെങ്കിലോ അത് വേണ്ട. ഇവിടെ നിങ്ങൾ ഭർത്താവായിട്ട് തല്ലുപിടിച്ച് ചോദിക്കാൻ ആളുണ്ട്, അവിടെ അതില്ല, നിങ്ങൾ തന്നെ തല്ലി തീർത്തോളണം. ക്ലിയർ ആയോ? ഇവിടെ അതില്ല. ഇവിടെ നിങ്ങളെ മോളത്തൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ട്, അവിടെ അതില്ല. ക്ലിയർ ആയോ? നിങ്ങളെ മക്കളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ ഇവിടെ എത്ര പേരുണ്ട്, അവിടെ അതില്ല. അപ്പൊ ഏത് വേണം? ഏത് വേണം? വില്ല വേണം അല്ലേ? സമയം 10 മാസം എടുക്കാം. കാരണം കമ്പനിക്ക് പറഞ്ഞത് കൊടുക്കാണ്ട് വെച്ചില്ല. അല്ലെങ്കിൽ എന്നെ വിളിച്ചപ്പോ രാജാവെന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യും? അതേ നാവ് കൊണ്ട് തീർ പിടിക്കുമെന്ന് എനിക്കറിയാം അല്ലേ? ലിൻഡു എപ്പോൾ ലിൻഡു ജയശ്രീ എന്നെ എപ്പോൾ വിളിക്കുമ്പോഴും എന്തിനാണെന്നറിയോ, ഇതെങ്ങാനും കൊടുത്തിട്ടില്ലെങ്കിൽ അതേ നാവ് കൊണ്ട് അല്ലേ, അതേ നാവ് കൊണ്ട് എന്ത് വിളിക്കുമെന്ന് അറിയില്ല. കാരണം ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. എല്ലാത്തിനും ജീവിക്കുമെങ്കിലും ഒരു ചെറിയ കാര്യം പോലും പൊറുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ നയിക്കുന്നത് ആരാണോ അവര് വാക്ക് തെറ്റിച്ചാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതിനുള്ള സങ്കടമായിരിക്കാം, ദേഷ്യമായിരിക്കാം, വാട്ടവർ. അപ്പൊ അതിന് വഴിവെക്കാതെ കമ്പനി തുടങ്ങുമ്പോൾ അതിന്റെ ഭാഗമാകാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനുള്ള വഴി നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. ഒറ്റ കാര്യം പറയുന്നു, ആരാണോ ഇത് ആദ്യം പഠിച്ച് നടപ്പിലാക്കുന്നത് അവർക്കുള്ളതാണ് 2 കോടി രൂപ, അവർക്കുള്ളതാണ് ഇല്ല. റൈറ്റ്? ഓക്കെ, തുടങ്ങല. റെഡി? 2 കോടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യല്ലേ? ഒറ്റ കാര്യമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ വിഷമവും ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെ ചിന്തിച്ചിരുന്ന എന്തെങ്കിലും നേടാൻ പറ്റും. അപ്പൊ കുറച്ച് സമയത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബ്രെയിനിന് 2 പാർട്ടുകളുണ്ട്. ഒന്ന് S1, 2 S2 അല്ലെ? S1 എന്താ? ഓട്ടോ പൈലറ്റ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നത് വരെ ഓട്ടോ പൈലറ്റ്. പക്ഷെ ഇത് എന്ത് ചെയ്യണം? S2 അല്ലെ? സിസ്റ്റം 2, തിങ്ക് ലൈക്ക്
CEO അല്ലേ? ഒരു സിഇഒനെ പോലെ ചിന്തിക്കണം. എന്താ സിഇഒ? ഫുൾ ഫോം എന്താ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ? അതായത് സിഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും അല്ലേ, എന്തും നേരിടാനുള്ള കരുതൽ. എന്ത് കേട്ടാലും പെട്ടെന്ന് മറുപടി പറയില്ല, എന്തും ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കും. എന്താന്ന് വിളിച്ചാലും ഏതാന്ന് വിളിക്കില്ല. അത്തരത്തിൽ എന്തും ചിന്തിച്ച് തീരുമാനമെടുക്കുന്നവനെ വിളിക്കുന്ന പേരാണ് സിഇഒ. അങ്ങനെ ചെയ്യാത്തവർ എന്ത് വിളിക്കും? ചെറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർ. ക്ലിയർ? നേരെ തിരിച്ചുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ആണ് ഏത് അല്ലെ? ചിലപ്പോ ചിലർക്ക് പേരുണ്ടാവും, പക്ഷെ എന്താണ് ചെയ്തില്ലെങ്കിൽ. ഇപ്പൊ ഷാജ് സിഇഒ ആണ്, അവനത് ചെയ്തില്ലെങ്കിലോ ഈ സിഇഒ ആണ്, പക്ഷെ എന്താണ് ഫുൾ ഫോം നമ്മളൊന്ന് മാറ്റും. ക്ലിയർ ആയി? അപ്പൊ എന്ത് വേണം? ആ എന്ത് കാര്യം കേട്ടാലും സിഇഒനെ പോലെ എന്നും ചിന്തിച്ച് അല്ലെ, ഒരു കാര്യത്തിനും അപ്പോൾ മറുപടി പറയാതെ 10 പ്രാവശ്യം ചിന്തിക്കണം. അത്രയും നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട, അതിനെ വിളിക്കുന്ന പേരാണ് സിഇഒ. ഓക്കെ? അപ്പൊ ബ്രെയിനിൽ 2 ഭാഗങ്ങൾ, ഒന്ന് ഓട്ടോ പൈലറ്റും 2 സിഇഒ അല്ലെ? അതേപോലെ അത്രയ്ക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കുറച്ച് ഇന്നും നാളെ ആരാവണം? സിഇഒ. ചിന്തിക്കുക, ഇന്ന് ഈ അവസരം എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനത് ചെയ്തില്ലെങ്കിൽ, ഞാനത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോണത്? റൈറ്റ്? ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നഷ്ടം 2 കോടി രൂപയില്ലേ? 2 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ലഭിക്കാൻ പോകുന്ന 2 കോടി നിങ്ങൾക്ക് കിട്ടില്ല. കിട്ടിയില്ലെങ്കിലോ ഇപ്പൊ ജീവിക്കുന്ന കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്താണ്? അതുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ എന്ത് ചെയ്യണം? ശരിയാണ് ദൈവമേ അല്ലെ, എന്തായാലും പ്രവർത്തിച്ചേ പറ്റും. നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ 1 മാസം പഠിച്ചിട്ട് റാങ്ക് പഠിക്കുന്ന പിള്ളേരുണ്ട്, ശരിയല്ലേ? 11 മാസം പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് റാങ്ക് പഠിക്കുന്ന പിള്ളേരുണ്ട്. ആരാ നല്ലതിന്? 1 മാസം കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 12 മാസം കൊണ്ട് പഠിക്കണം, 1 മാസം കൊണ്ട് പഠിക്കാം. ഇതേപോലെ തന്നെയാണ് ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ട് നേടാൻ പറ്റുന്നത് 10 മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. അപ്പൊ ഈ 10 മാസം കൊണ്ട് 2CRലേക്ക് എത്തുമ്പോൾ അടുത്ത വർഷം അത് 2025 കോടിയിലേക്ക് എത്താൻ പറ്റും. അതിലൂടെ നമുക്ക് ആ വില്ല സ്വന്തമാക്കാനുള്ള ഒരവസരം കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരുക്കി വെക്കുന്നത്. ഓക്കെ? അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരും ഓക്കെ? യെസ്. വിഷൻ 2026. ഈ 2026 എന്ത് ചെയ്യുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് 2027 നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് അല്ലെ? അപ്പൊ ഈ 2026 ഇനിയുള്ള 10 മാസങ്ങൾ, ഓക്കെ, 10 മാസങ്ങളുണ്ട്. ഈ 10 മാസം എങ്ങനെ? ഇപ്പൊ 2026 പറഞ്ഞിട്ട് 2 മാസങ്ങൾ ഇന്നത്തോടുകൂടി തീരുകയാണ് അല്ലെ? 2 മാസത്തിൽ തിരശ്ശീല വീഴുകയാണ്. അപ്പൊ ഈ 2 മാസം തിരശ്ശീല വീഴുമ്പോൾ ഈ 2 മാസം നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? എന്ത് നേടി നിങ്ങൾ? അജീഷ്, ഈ 2 മാസം കൊണ്ട് എന്ത് നേടി? ഒന്ന് എഴുന്നേറ്റ്. എന്ത് നേടി? 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. നല്ലൊരു കേട്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. രാജൻ സാർ എന്ത് നേടി? 5 ലക്ഷം രൂപ. ഇന്നലെ ഉണ്ടായിരുന്നു? ഇന്നലെ 3 ലക്ഷം രൂപ. ഇന്നലെ അപർണ 2 മാസം എന്ത് നേടി? 3 lakhs. കൊടുക്ക് അല്ലേ? അപ്പൊ ഇവിടെ 3 ലക്ഷവും 10 ലക്ഷവും രൂപ നേടുന്നതിന് ഇവിടെ ഉണ്ട്. അപ്പൊ ആരാ പ്രശ്നക്കാരൻ? കമ്പനിയാണ്, നിങ്ങളാണ്. ആരാ പ്രശ്നം? നിങ്ങളാണ്. നിങ്ങളുടെ ചിന്താഗതികളാണ് അല്ലെ? തിരുത്തണ്ട. നമുക്ക് അജീഷിനെ പോലെ നമുക്ക് വാങ്ങണ്ടേ? 10 ലക്ഷം വാങ്ങണ്ടേ? ഓക്കെ? അപ്പൊ നിങ്ങളെയും കെട്ടി വലിച്ച് ആ ഒരു 2 കോടിയിലേക്ക് വലിച്ചു കയറ്റാൻ പോവാം. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇവിടെ നിങ്ങൾ കയറിട്ട് തരും, ഞാൻ ഇവിടെ നിന്ന് വലിക്കും. ഓക്കെ? വലിക്കുമ്പോൾ മുറുകെ പിടിച്ചോളണം. റൈറ്റ്? ഞാൻ ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് വലിക്കുമ്പോൾ നിങ്ങൾ 200 പേര് എന്ത് ചെയ്യണം? ഞാൻ
സർവശക്തി എടുത്ത് ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ, വലിച്ചു പിടിച്ചിട്ട് കയറണം. കൈ പൊട്ടും, കൈ വേദനിക്കും, വിട്ടേക്കരുത്, വിട്ടേക്കരുത്. കൈ പൊട്ടിയാലും ശരി, വേദനിച്ചാലും ശരി, പിടിച്ചോണം. റെഡിയാണോ? റെഡിയാണോ? ആ വലി തുടങ്ങുമ്പോ നാളെ രാത്രി 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ചിലപ്പോ പൊട്ടും. റെഡി? റെഡി? യെസ്. അപ്പൊ നമുക്ക് നോക്കാം 2026 ഈ യാത്ര. ജീവിതത്തിൽ ഇന്നേ വരെ ഒരുപാട് വർഷങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷെ 2026 നമുക്ക് ജയിക്കാനുള്ള വർഷമാണ്. 2026 നേടാനുള്ള വർഷമാണ്. ആ 2026 ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ജയിക്കാനുള്ള മാസങ്ങൾ മാത്രമാണ്. ഇല്ലെങ്കിൽ ഈ ഒരു മാസം ശരിക്കും പറഞ്ഞ പ്രോഗ്രാം വെക്കാറില്ല. റംസാനാണ്. ഇവിടെ കുറെ ആൾക്കാരുടെ റംസാന്റെ പേര് പറഞ്ഞ് വരാതിരിക്കാൻ കുറെ നോക്കി. പക്ഷെ ഒറ്റ കാര്യം ചെയ്തത്, ഞാൻ നോമ്പ് പിടിച്ചിട്ട് അതൊക്കെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ കണ്ടത്. എന്തിനാ? പ്രാക്ടിക്കൽ കാണിച്ചു തരാൻ. ഇത് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ്. ചില ആരോ പറഞ്ഞു MD മുസ്ലിം അല്ലേ? MD അല്ലാതെ MDക്ക് എങ്ങനെ ജാതി പോകുന്നില്ല. പക്ഷെ എന്തുണ്ടോ അതെല്ലാം ചെയ്യും, അത്രയേ ഉള്ളൂ. അമ്പലത്തിൽ പോവും, പള്ളിയിൽ പോവും, നോമ്പ് കൊടുക്കും, എല്ലാം. ആരൊക്കെ പഴയവിടെ എത്ര ഹിന്ദുക്കൾ കയറിയിട്ടുണ്ട്? ഞാൻ കയറിയിട്ടുണ്ട്. ആരൊക്കെ കൊടുക്കുന്ന അമ്പലത്തിൽ പോയിട്ട് ഞാൻ പോയിട്ടുണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ അങ്ങനെ എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ദൈവവും ഒന്നാണ്. ആണോ? പക്ഷേ ഇത് പലതരത്തിലും പല വ്യാഖ്യാനിക്കുമ്പോൾ അല്ലേ, അതിൻ്റെ കൂടെ നിന്നേ പറ്റും. സമൂഹത്തിന് കൂടെ നിന്നല്ലേ പറ്റും. പിന്നെ ചില ആൾക്കാരുണ്ട് ഒന്നിനും വിശ്വസിക്കാത്ത ആൾക്കാർ. ചെയർമാൻ ഉദ്ദേശിച്ചല്ല. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് ഞാൻ നേരെ തിരിച്ച. ഓക്കെ, എന്താണ് നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ ദൈവം ഉണ്ടായിട്ടും എനിക്ക് എത്ര കഷ്ടപ്പെടാതാണ്, എത്ര നാളെ ബുദ്ധിമുട്ടിക്കണം, ഞാൻ ഇന്നും ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ എത്ര നാളിൽ നരകിപ്പിക്കാൻ ദൈവം ഇല്ലേ? ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ലേ? ഒരു കാര്യം ഉറപ്പിച്ചു, ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തോ വലുത് ദൈവം തരാൻ പോകുന്നു. ആ തരാൻ പോകുന്നതിൻ്റെ അടയാളങ്ങളാണ് ഇത്രയും നാളുകൾ നിങ്ങൾക്ക് തന്ന കഷ്ടപ്പാടുകൾ. ഞാൻ രാവിലെ എഴുന്നേറ്റിൽ എന്താ പ്രാർത്ഥിക്കാൻ പറയും? ദൈവമേ, കുറച്ച് കഷ്ടപ്പാട് തരും, കുറച്ച് പ്രശ്നങ്ങൾ തരണേ. കാരണം കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അന്ന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്ത് വേണം? ദൈവം വിചാരിക്കും, ഈ തരത്തിലുള്ള കാലമാണ് ആദ്യമായിട്ട് കാണാം, അല്ലേ? എല്ലാവരും കാശ് വേണമെന്നും സുഖം വേണമെന്നും പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടപ്പാട് തരാൻ പറയുന്ന ഒരുത്തരം എങ്ങനെയുണ്ട്, അല്ലേ? കഷ്ടപ്പാടുകൾ താ. ഇന്നത്തെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നൊരു 10 പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, 10 പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. നിങ്ങളുടെ പ്രശ്നം എന്താ? ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേനും ആകെ ഡൗണായി, അല്ലേ? ബാങ്കുകാരെ വിളിച്ച് ലോൺ അടക്കാൻ പോയി ഒക്കെ തീർന്നു. വാടക കൊടുക്കാൻ പൈസ ഇല്ല, വാടകക്കാർ ഓണം വിളിച്ചു, അയ്യോ കഴിഞ്ഞു, അല്ലേ? അല്ലേ? ചെറിയൊരു കാരണം കിട്ടിയാൽ മതി, നമ്മളൊക്കെ ഡൗണായി. പിന്നെ നമ്മുടെ ബ്രെയിൻ ആരും കഴിഞ്ഞാലേ ആ കാശ് കൊടുക്കാൻ പിന്നെന്ത് പോയി തീർന്നു. അപ്പൊ രാവിലെ ഇനി മുതൽ എഴുന്നേൽക്കും ഒറ്റ കാര്യം ചിന്തിക്കാം, കാശ് കൊടുക്കാനുള്ള 10 ആൾക്കാർ വിളിച്ചിരുന്നെങ്കിൽ എന്ത് സുഖം, അല്ലേ? അപ്പൊ നോക്കുമ്പോ ആദ്യത്തെ ആൾ ചേട്ടാ പറയും, നിങ്ങൾ കൊടുക്കാതിരിക്കരുത്, വാടക തരാം, 2 ദിവസം പിടിക്കും, തരാതെ. ഓക്കെ, ബാങ്കുകാരൻ ലോണല്ലേ, തരാം, പലിശ തന്നെയല്ലേ, തരാതെ. 9 കോളെ വന്നു. പിന്നെ എന്ത് വെയിറ്റ് ചെയ്യണം? എവിടെ 10ാമത്തെ, അല്ലേ? 10ാമത്തെ വിളിച്ചില്ലല്ലോ എന്ന് ടെൻഷൻ ആയിരിക്കണം. പിന്നെ അപ്പൊ എന്തായി? വെരി സിമ്പിൾ, ഇത്രയുള്ള പ്രശ്നം. ധൈര്യമായിട്ട് നിങ്ങൾ ലോൺ എടുത്തു. ആര് വിളിച്ചാലും മറുപടി പറഞ്ഞാൽ മതി, കൊടുക്കല്ലേ? സുഭാഷ് ധൈര്യം പഠിച്ചോ, അല്ലേ? ഒരു പേടിയും പേടിക്കണ്ട. ഈ ഒരു മനക്കെട്ടി ഉണ്ടാക്കിയത് ശീലിച്ച് ഇത് മതി. ഏത്, അല്ലേ? ഇത് വിളിക്കും, നമ്മൾ കൊടുക്കുമല്ലോ, നമ്മൾ മുങ്ങിട്ടൊന്നും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്ത സുഖം അറിയും. പിന്നെ ഓരോ കോളും, അല്ലേ? പിന്നെ വരുന്ന
തടത്തിൽ പറയത്തിൽ നിവിൻപോളി പറയണ പോലെ എന്തായിരുന്നു എൻ്റെ സാറേ, ഓരോ കോളുകളും വരുമ്പോൾ ഞാനങ്ങ് മതി മറക്കുക. മറ്റേതെങ്ങനെയാണ് കോള് കാണുമ്പോൾ നെഞ്ചെത്തുന്ന വെട്ടായോ അല്ലേ, ഇപ്പോഴെന്തിരിക്കണം അല്ലേ, പിന്നെന്താണ് ഇത് കാണുമ്പോ എന്റെ മുതലാളി അല്ലേ, ആ രീതിയിലേക്ക് നമുക്ക് മാറ്റപ്പെടാൻ പറ്റും. അങ്ങനെ മാറണം എന്നാണ്. എന്തിനാ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കണം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്നൊക്കെ സ്ട്രെയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിനെ കരുത്തുണ്ടാക്കിയിട്ട് അല്ലേ, കരുത്തുണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടുത്തെ പോകും. ഓക്കെ, ഈ 2 ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്.